ഭീകരതയ്ക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ല. പാകിസ്ഥാന് താക്കീതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1-ാം വാർഷികത്തിൽ ഇരകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഒരു തരത്തിലുള്ള ഭീകരതയ്ക്കും വഴങ്ങില്ലെന്നും ഭീകരവാദികളുടെ ഹീനമായ പദ്ധതികൾ ഒരിക്കലും വിജയിക്കില്ലെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ലഷ്കർ-ഇ-തോയ്ബ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തിയത്. 26 നിരപരാധികളായ വിനോദസഞ്ചാരികളാണ് അന്ന് കൊല്ലപ്പെട്ടത്. ആ ദാരുണമായ ദിനം രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിയെയും രാജ്യമിന്ന് ഓർക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരകേന്ദ്രങ്ങൾ തകർത്തിരുന്നു. ശത്രുക്കളുടെ ഏതു നീക്കത്തെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന ദൃഢനിശ്ചയമാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. ആദരാഞ്ജലികൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നോവിക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 1 വർഷം തികയുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തി ആ ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി വന്ന 26 നിരപരാധികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ ആദരസൂചകമായി ശിരസ് നമിക്കുന്നു. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ തീരാത്ത ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അന്ന് പരിക്കേറ്റ് ഇന്നും ആ ആഘാതത്തിൽ നിന്നും മുക്തരാകാത്തവർ എത്രയും വേഗം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നമ്മുടെ രാജ്യം എന്നും ഒറ്റക്കെട്ടാണ്. ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയയ്ക്ക് വേണ്ടി റഷീദ് തൊഴിയൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫോളോ us for more authentic stories and global news.